ഹായ് ഹലോ വേഴ്സ്, രാവിലെ നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് അയിലയാണ്. അപ്പം ഞാനതെല്ലാം വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ പിന്നെ നമ്മുടെ ആവശ്യാനുസരണം തേങ്ങ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത്, ഒരു മുറി തേങ്ങയുടെ പകുതി. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കൊച്ചുള്ളി. ഇത് ഞാൻ നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഇതാ നമ്മുടെ അരപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് ഞാൻ ആ മാങ്ങയുടെ ഒരു പൂള് മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നല്ല പുളിയുള്ളത് കൊണ്ട് ഒരു പൂള് മാങ്ങ. പിന്നെ ഞാൻ അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു, ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഉലുവപ്പൊടി ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അരപ്പ് നമ്മളിടുന്നു. പിന്നെ നമ്മൾ 2 കാന്താരി മുളക് ഞാൻ പൊട്ടിച്ചിടുന്നില്ലേ, ഞാൻ ഇങ്ങനെ തന്നെ ഇടും. എന്താണെന്ന് വെച്ചാൽ എരിവ് കൂടുതലാണ്, അതുകൊണ്ട്. പിന്നെ ഞാൻ ആവശ്യാനുസരണം ഉപ്പിടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കറിവേപ്പില ഇടുന്നു. ഇത് ഫ്രോസൺ ചെയ്ത കറിവേപ്പില കേട്ടോ, അതുകൊണ്ടാണ് ആ കളറ്. പിന്നെ നമ്മുടെ മിക്സി കഴുകിയുള്ള അരപ്പ് വെള്ളം ഒഴിച്ചു, എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ മീൻ മൂടി വെക്കുവാണ്. തിളയ്ക്കട്ടെ. തിളച്ച് പറ്റി വരുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് നമ്മൾ അയിലയും മാങ്ങയും കൂടെ പച്ചക്കറി വെച്ചതാണ് കേട്ടോ. ഇവിടെ മീൻ പച്ചക്കറി എന്തുവായി നോക്കാവേ. ഇതേ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നുണ്ടോ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കൊച്ചുള്ളിയും വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഇതിനകത്തിലേക്ക് വേണമെങ്കിൽ ഒഴിക്കാവേ. അപ്പം ഞാൻ എന്തായാലും അത് ഒഴിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തേങ്ങയും നല്ല എണ്ണമയമുള്ള തേങ്ങയാണ്. അപ്പോഴേ നോക്കിയേ, നല്ലതുപോലെ നല്ല കുറുകിയ ചാറോടുകൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മാങ്ങ ഇട്ടിട്ട്, അഥവാ നമ്മുടെ കയ്യിൽ മാങ്ങ ഇനി എക്സ്ട്രാ ഇടാനില്ല എന്നുണ്ടെങ്കിൽ, മാങ്ങ ഇട്ടിട്ട് പുളി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തിൽ ചെറിയൊരു കഷ്ണം തോട്ടുപുളി ഇതിനകത്തിലിടാം. അപ്പോൾ നല്ല പുളി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തോട്ടുപുളി ഒന്നും ഇട്ടിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ. അതേ നോക്കിയ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അയില പച്ചക്കറി വെച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.